അങ്ങനെ കുറെ ദിവസത്തെ എന്റെ സ്വന്തം വീട് വാസത്തിന് ശേഷം തിരിച്ച് ലാൻഡ് കേട്ടോ എന്റെ വീട്ടിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ബൈ ഇന്ന് ഉമ്മച്ചിരി വീട്ടിലെ നോമ്പ് പറയണേ. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കെട്ടിയൊരുങ്ങി പോകുന്നത്. ഇതിപ്പോ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ന്യൂ മെമ്പർ വന്നിട്ടുണ്ട്. അയാൾക്ക് വേണ്ടി ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ടാണ് നേരെ ഞങ്ങൾ അങ്ങോട്ട് പോകും. എല്ലാ പ്രശ്നങ്ങളും ലാസ്റ്റ് ആണെങ്കിൽ ഈ പ്രാവശ്യം ഞങ്ങൾ ഫസ്റ്റ് തന്നെ എത്തിയിട്ടുണ്ട്. എന്ന പാടയിടയ്ക്ക് ഒരാൾ അടുക്കള പറഞ്ഞ കയ്യേറിട്ടുണ്ട്. ഇന്നിപ്പോ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അതിന്റെ ഇടയ്ക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്റെ മോളും പാപ്പായും കൂടെ നല്ല ബോളിട്ട് ഞാൻ ആ ബോൾ പിടിച്ചു വാങ്ങിയാണ് എന്റെ മോളെ പിണങ്ങി പോണത്. ഈ ചെടുക്കളിലേക്ക് ഏറിച്ചപ്പോ ഓരോരുത്തർ ഓരോ തകൃതിയായിട്ടുള്ള പണികളിലാണ്. അതിന്റെ ഇടയ്ക്കാണെങ്കിൽ എന്റെ മോളെ പിന്നെയും കാണില്ല, കണ്ണ് തെറ്റി അപ്പൊ പുറത്തേക്ക് ഓടും. ഇതിപ്പോ ഞങ്ങൾക്ക് ശീലമായി. പിന്നെ കുറച്ച് നേരം അങ്ങ് പുറത്തിറങ്ങി കാറ്റും കൊണ്ട് അകത്തേക്ക് കയറിയപ്പോ സംഭവം എല്ലാം സെറ്റ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്. ഇവനാണെങ്കിൽ ഇപ്പൊ കിട്ടും എന്ന് പറഞ്ഞ് നോക്കിക്കണേ എവിടെ നിന്ന് കിട്ടും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ബാങ്ക് വിളിക്കാൻ വേണ്ടി കാതോർത്തിരിക്കുന്ന കാഴ്ച നിൽക്കാണ്. പിന്നെ ബാങ്ക് വിളിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ നോമ്പോർന്നു. അങ്ങനെ ഇന്നത്തെ നോമ്പ് റാഹത്തായിട്ട് അങ്ങനെ ഏട്ടിവനാണെങ്കിൽ ഓടി നടന്നാണ് നോമ്പോർന്നുകൊണ്ടിരുന്നത് വെച്ചത്. പിന്നെ എല്ലാവർക്കും വിശപ്പിന്റെ വിളി വന്നപ്പോഴത്തേക്കും പിന്നെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കാനായിട്ടപ്പോൾ എന്റെ സ്നേഹനിധിയായ ഭർത്താവ് ഓടി വന്ന് എന്റെ ചാരിയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പോന്നപ്പോഴത്തേക്കും 11:15 കഴിഞ്ഞിട്ടുണ്ട്.